അച്ചമ്മയുടെ കാൽ മുറിഞ്ഞ് ഡ്രസ്സ് ചെയ്യാനായി ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. എനിക്ക് നല്ല ഉറക്കവും സിദ്ധുവിന് ബോറടിക്കുന്നുണ്ടായിരുന്നു. സിദ്ധു ഒരു ചായ കുടിച്ചാലോ? അവൻ വേണ്ടെന്ന് തലയാട്ടി. ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ച ചായ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സിദ്ധു ചായ കിടുവാണ്. അപ്പ നല്ലതെന്ന് പറഞ്ഞാൽ അപ്പീലില്ലാത്ത സിദ്ധു അവനും ചായ വേണമെന്ന് പറഞ്ഞു. ക്യാൻറ്റീനിലെ ചേട്ടൻ അവന് വേണ്ടി ഒരു കുട്ടി ചായ ചൂടാറ്റി കൊടുത്തു. ചായയുടെ മട്ട് വരെ കുടിച്ചപ്പോൾ സിദ്ധുവിൻ്റെ മട്ടും മാറി. അപ്പേ ചായ കിടുവല്ല, നല്ല കിക്കിടുവാണല്ലോ, ഒന്നുകൂടെ വേണം. അത് കേട്ട് നിന്ന ക്യാൻറ്റീൻ ചേട്ടൻ വീണ്ടും ഒരു ചായ ചൂടാറ്റി കൊടുത്തു. അതും സിദ്ധു ഒറ്റ വരിക്ക് കുടിച്ചു തീർത്തു. അപ്പേ ഇനിയും ഒരു കിക്കുടു ചായ പോരട്ടെ. മൂന്നാമത്തെ ചായയും കുടിച്ചിട്ട് സിദ്ധു ഉറക്കെ പറഞ്ഞു, ചേട്ടാ ഈ കിക്കുടു ചായ കൊള്ളാട്ടോ. തൊട്ടടുത്ത് ഫ്രൂട്ടി മേടിക്കാൻ നിന്ന പെൺകുട്ടി അമ്മയോട് പറഞ്ഞു, എനിക്കും ഒരു കിക്കുടു ചായ വേണം. കാപ്പി ഓർഡർ ചെയ്ത മറ്റൊരു ചേട്ടൻ പെട്ടെന്ന് മാറ്റി പറഞ്ഞു, ഇവിടെയും ആ പറഞ്ഞ ചായ മതിയേ. ഞങ്ങൾ കാഷ്വാലിറ്റി ചെന്ന് അച്ചമ്മയെ കൂട്ടി തിരിച്ചു വന്നപ്പോൾ ക്യാൻറ്റീനിന് മുന്നിൽ ആളുകൾ നിരന്ന് നിന്ന് ചായ കുടിക്കുന്നത് കണ്ടു. സിദ്ധുവിൻ്റെ കിക്കുടു ചായ നിമിഷ നേരം കൊണ്ട് വൈറലായി. ക്യാൻറ്റീൻ ചേട്ടൻ ചായ അടിക്കുന്നതിനിടയിൽ സിദ്ധുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഒരു ഫോട്ടോ തരാവോട ചക്കരെ. നഖം ഇളക്കി മാറ്റി ഡ്രസ്സ് ചെയ്ത വേദന കടിച്ചു പിടിച്ചു നിന്ന അച്ചമ്മയോട് സിദ്ധു കഥ മൊത്തം പറഞ്ഞു കൊടുത്തപ്പോൾ അച്ചമ്മയുടെ മുഖം ചുവന്നു. ഇവിടെ അച്ചമ്മയ്ക്ക് പ്രാണവേദന. അപ്പനും മോനും ചായ മോന്തണം. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.